കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു തീർത്ഥാടക കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം. ഹലോ എവരിബഡി, ഇന്നത്തെ വീഡിയോ കൊല്ലൂർ മൂകാംബികയിലേക്കുള്ളതാവട്ടെ. നമ്മൾ തലേ ദിവസം രാത്രി തന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്നും കൊല്ലൂർ മൂകാംബികയിലേക്കുള്ള KSRTC ബസ്സിൽ യാത്ര പുറപ്പെട്ടു. പിറ്റേ ദിവസം രാവിലെ ഒരു 9 മണിയായപ്പോഴാണ് മൂകാംബികയിൽ നമ്മൾ എത്തിയത്. പെട്ടെന്ന് തന്നെ ഫ്രഷായി നമ്മൾ നേരെ ദേവിയെ കാണാനായിട്ടാണ് പോകുന്നത്. മൂകാംബിക എന്ന പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഹൈന്ദവ വിശ്വാസപ്രകാരം ജഗദീശ്വരിയായ സാക്ഷാൽ ആദിപരാശക്തി, മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളുടെ ഐക്യരൂപിണിയായി മൂകാംബിക എന്ന പേരിൽ ഇവിടെ ആരാധിക്കപ്പെടുന്നു. വിജയദശമിയോടനുബന്ധിച്ചാണ് നമ്മൾ ഇവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ജനങ്ങൾ ദേവിയെ കാണാനായിട്ട് ഈ ദിവസത്തിൽ എത്തിയിട്ടുണ്ട്. മീനമാസത്തിലെ കൊടിയേറ്റുത്സവവും അതിനോടനുബന്ധിച്ചുള്ള മഹാരഥോത്സവവും അശ്വിനി മാസത്തിലെ ആദ്യ 9 നാൾ നീണ്ടു നിൽക്കുന്ന നവരാത്രി വിജയദശമി ഉത്സവവും വിദ്യാരംഭവും ഇവിടെ പ്രധാനമാണ്. മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാദ്രി മലനിര. ജീപ്പ് വഴി മാത്രമേ നമുക്ക് അവിടേക്ക് എത്തിപ്പെടാൻ സാധിക്കുകയുള്ളൂ. കുടജാദ്രിയുടെ പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ സരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലായിരുന്നു. അതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ചു പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഇത് സമ്മതിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതുവരെ ശങ്കരൻ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു. ശങ്കരനെ പരീക്ഷിക്കാൻ ഉറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തൻ്റെ പാദസരത്തിൻ്റെ ശബ്ദം നിലയ്ക്കുകയും ഇതിൽ സംശയാകുലനായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി അവിടെയുണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വലയം പ്രാപിക്കുകയും ചെയ്തു എന്നതാണ് ഐതിഹ്യം. എല്ലാവർക്കും ഈ ട്രാവൽ സ്റ്റോറീസ് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം മറ്റു വിശേഷമായി കാണുന്നവരേക്കും ദിസ് ഇസ് നിരഞ്ജന സൈനിങ് ഓഫ്. ബൈ.